വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ 1000 തെങ്ങിലേക്കാണ് പോകുന്നത്. 1000 തെങ്ങിലാണ് കണ്ടോ, നമുക്ക് വേണ്ടി പോകാനായിട്ട് ജങ്കാർ വരുന്നുണ്ട്. ഇനി ജങ്കാറിലാണ് 1000 തെങ്ങിലേക്ക് പോകേണ്ടത്. 1000 തെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ പ്രത്യേകതകളുള്ള ഡിഷുകൾ തേടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. റെഡിയാണോ വരാൻ? കം ജങ്കാറിലേക്ക്. നമ്മളിപ്പോൾ ജങ്കാറിലെത്തി. ഈ ജങ്കാറിലാണ് അപ്പുറത്ത് 1000 തെങ്ങിലേക്ക് പോകുന്നത്. വളരെ മനോഹരമായ വിഷ്വൽസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫിഷിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുന്ന കുറേ ബോട്ടുകൾ അവിടെ കാണാൻ പറ്റും. ഒരു വള്ളം ഫിഷിങ്ങിന് പോകാൻ തന്നെ റെഡിയായി ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചീനവലകൾ കാണാൻ പറ്റും. പായൽ നീക്കം ചെയ്യുന്ന ഒരു കപ്പൽ ഇവിടെ കാണാം. പിന്നെ നമ്മുടെ ജങ്കാറും. ടേസ്റ്റ് ഓഫ് കേരള ആരംഭിച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകർക്കാണ്. പ്രേക്ഷകർ കണ്ട് വിലയിരുത്തി നമുക്ക് തരുന്ന ഫീഡ്ബാക്ക്, അതാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രൊഡക്ഷൻ ടീം, ക്യാമറാമാൻ, ക്യാമറ അസിസ്റ്റൻസ്, ലൈറ്റ് അസിസ്റ്റൻറ്റ്, സൗണ്ട് അസിസ്റ്റൻസ്, പിന്നെ നമ്മുടെ എഡിറ്റിംഗ് ടീം, പ്രൊഡ്യൂസർ, എന്തിനും സപ്പോർട്ടായിട്ടുള്ളൊരു പ്രൊഡ്യൂസറാണ് നമുക്കുള്ളത്. പിന്നെ പ്രൊമോസ്, ഓരോ സമയത്തും കൃത്യസമയത്ത് തന്നെ നമ്മുടെ പ്രൊമോസ് ഇതിലേക്ക് എത്തിക്കുന്ന പ്രൊമോ ടീം. പിന്നെ അമൃത TV-യുടെ ഒരു ടീമുണ്ട്. നമ്മൾ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഇന്ന പോരായ്മയുണ്ട്, ഇതിനകത്ത് അത് നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന അമൃത TV-യുടെ ഒരു പ്രൊഡക്ഷൻ ടീം. അപ്പോൾ ഉപദേശങ്ങൾ. പിന്നെ നമ്മുടെ ഓരോ സ്ഥലത്തും ഓരോ സംഭവങ്ങളുള്ളപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്തൊരു കടയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്ന എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. പിന്നെ കുറേ മാധ്യമ പ്രതിനിധികളുണ്ട്. അവരോടൊക്കെ ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ ജങ്കാർ അക്കരയ്ക്ക് എത്താനായിട്ട് ഒരു 5-10 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എപ്പിസോഡുകളിലെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്ന് കടലിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കടലിൽ പോയി മീൻ പിടിച്ച് കൊണ്ടുവന്ന ഒരു മീൻകറി, ഒരു ഉഗ്ര മീൻകറി വെച്ച് കഴിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി കറുത്തമ്മ, ഞാൻ മീനുമായിട്ട് തിരിച്ചു വരും. നെത്തോലി എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അസുലഭമായ നിമിഷമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത്. ഇന്നെന്തായാലും ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാനാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ച് കരയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൂരെ കര കാണാൻ സാധിക്കുന്നുണ്ട്. കര കാണാ കടലവേലേ മോഹപ്പൂങ്കുരുവി പറന്നേ. നമ്മുടെ മല കരക്കിടക്കുന്ന മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം. കണ്ടോ, ഇതാണ് മോത. കണ്ടോ, ഇന്ന് നമ്മൾ നല്ല ഫ്രഷ് മീനാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഇത് അയലയും ഇത് പാരയും. അപ്പൊ നല്ല അയലക്കറി വെക്കാനായിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. മുളക് പൊടിയും കൂട്ടി കഴിക്കാൻ പറ്റില്ല. അമ്മ, ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പുളി, കൊച്ചുള്ളി, തേങ്ങ, ഉലുവ, പച്ചമുളക്, കറിവേപ്പില. അപ്പൊ മനസ്സിലായല്ലോ, ഇൻഗ്രീഡിയൻസ് മനസ്സിലായല്ലോ. ഇല്ല, ഇനി പച്ചമുളകും കീറി ഇട്ടിട്ടുണ്ട്, തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്തായാലും മീൻകറി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആഹാ, ഉഗ്രം ടേസ്റ്റാ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എപ്പിസോഡ് എടുക്കുന്നത്. നമ്മൾ കുറേ ദൂരമൊക്കെ താണ്ടി അമ്മച്ചിയുടെ അടുത്ത് എത്തി അല്ലേ രമേട്ട? അമ്മച്ചി, ഇതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നത്? ഇതിനകത്ത് ഉപ്പ്, മുളക്, തേങ്ങ, ഉള്ളി, മാങ്ങിഞ്ചി, ഒരു നാരകത്തിൻ്റെ ഇലയും 2 കറിവേപ്പിലിൻ്റെ ഇലയും ചേർക്കാം. അപ്പോൾ ഇനി മിക്സി എവിടെ? മിക്സിയോ? അതാണ് മിക്സി, നാച്ചുറൽ മിക്സി. ഇത് ഞാനൊന്ന് അരച്ചു നോക്കിയാലോ? അരച്ച് പഠിക്കണ്ടേ? നല്ലപോലെ അരക്കുക കനീഷ. അമ്മച്ചി ശരിയാവുന്നുണ്ടോ?
ഉരുട്ടല്ലേ, ചതക്കല്ല, അരച്ചെടുക്കണം. അരച്ചെടുക്കണം. ചമ്മന്തി റെഡിയാണ് അല്ലേ അമ്മച്ചി? ഇതൊന്ന് കഴിച്ചു നോക്കണ്ടേ? തീർച്ചയായിട്ടും. ടമേട്ടാ വായൽ വെള്ളം ഊറിടാ. അപ്പൊ ചീനപ്പറങ്കി ചമ്മന്തിയോ? രണ്ടും തീറ്റ വരാന്നല്ലേ. ഇതിന്റെ ടേസ്റ്റേ ഇത് ഫുൾ കഴിഞ്ഞിട്ട് പറയാം, അല്ലെ കുറച്ചുകൂടെ എടുത്തിട്ട് പറയാം അല്ലേ? എന്തായാലും അടിപൊളി. എന്തായാലും അടിപൊളി. വായിൽ വെള്ളം ഊറുക, ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും അടിപൊളി. അപ്പം നിങ്ങൾക്കും ക്ഷീണം മാറണമെങ്കിൽ ഇതുപോലത്തെ നാടൻ സാധനം വെച്ച് കഴിക്കും. ചേമ്പ്, കാച്ചിൽ, ചേനയൊക്കെ ഇട്ടൊരു ഫ്രഷ് പുഴുക്കാണ്. ഫ്രഷ് പുഴുക്കെന്ന് പറയാൻ കാരണം ഇപ്പം ലൈവായിട്ട് നമ്മൾ കുഴിച്ചെടുക്കുന്ന ചേനയും ചേമ്പും കാച്ചിലും നല്ല നാടൻ പുഴുക്ക്. എന്നാ പിന്നെ ഇത് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഏകദേശം ചൂടായപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വൻപയറിട്ടു. പിന്നെ തിളച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആദ്യം ചേന ഇട്ടു, കാരണം ചേനയ്ക്കാണ് ആദ്യം വേവ് കൂടുതൽ. അതിനുശേഷം കാച്ചിലിട്ടു, ഏറ്റവും മുകളിൽ ചേമ്പ് ഇട്ടു. അപ്പോൾ നമ്മുടെ അരപ്പും റെഡിയാണ്. തേങ്ങ, ഉള്ളി, മുളക്, കറിവേപ്പില, മഞ്ഞൾ, കുറച്ച് ഉപ്പ്, ഒരു നല്ല കുളിയൊക്കെ കുളിച്ച് ആറ്റിപ്പോയി കുളിച്ച് വന്നതിന് ശേഷം ഇത് കഴിക്കാം. കിട്ടിയിരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ, ഒരു കാട് ഒക്കെയാണ്. ഇത് സെറ്റ് ടേക്ക് അല്ല, ഒറിജിനലാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുലി. മോഹനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞു? ഇതാണ് കുഴപ്പം, ടീച്ചർമാരായുള്ള കുഴപ്പം. മോഹനം എന്താന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം. മോഹനം എന്നുള്ള വാക്കിന്റെ അർത്ഥം മനോഹരം എന്നല്ലേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളത്. ഇതും അങ്ങനെ തന്നെ. അത് കാണാനാണോ കഴിക്കാനാണോ? രണ്ടിനും. 4 പഴത്തിന് ഏകദേശം അത് മതി. ഇനി അത്രയും തേങ്ങ ഒരു മുറിയുടെ പകുതി മതി അല്ലേ? ഒരു മുറിയുടെ പകുതി പോലും വേണ്ട. ഞാനൊരു 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. ഒരു ശകലം വെള്ളം. മോഹനം ഇങ്ങനെ മോഹനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഇപ്പം അല്ല, എനിക്ക് മോഹനം കണ്ടിട്ട് സഹിക്കുന്നില്ല. ചോക്കട്ടെ. ചൂട് അടിയുള്ളൂ ഇപ്പൊ. മാ പൊള്ളിച്ചാല് ടീച്ചറുടെ ചൂടില്ലേ? മോഹനം. ഇത് കാണാൻ മാത്രമല്ല മോഹനം, കഴിക്കാനും മോഹനമാണ്. ഇപ്പോഴും നമ്മൾ അക്കരെ എത്തിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത് റിജു. അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് ഫ്രഷ് ഞണ്ടിനെ നമുക്ക് പിടിക്കാൻ പോകാം. അതിന്റെ ഒരു പേരും പറഞ്ഞല്ലോ, എന്താ? നമ്മുടെ ഒരു വള്ളത്തില് ബൂൾസ് കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കും. ബൂൾസ് കൊണ്ട് കോരിയെടുത്ത് ജീവനോടെ തന്നെ നമുക്ക് കപ്പയ്ക്കകത്തിട്ട് അത് പുഴുകി നമുക്ക് അറേഞ്ച് ചെയ്യാം. നാടൻ സെറ്റപ്പ്, തനി നാടൻ സെറ്റപ്പ്. അപ്പൊ വള്ളത്തിൽ പോയിട്ട് വേണം വള്ളത്തിൽ നമുക്ക് പോയിട്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമുക്ക് വിളിച്ചെടുപ്പിച്ചിട്ട് പിടിക്കാം. കണ്ടോ, ഇത്രയും വലിയ ഞണ്ടാണ്. ഈ ഞണ്ടിനെ പിടിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് പിടിക്കുക. ഇതിനകത്തേക്ക് കൈ പോയി കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് അതിനകത്ത് പോയി പിടിക്കാൻ പറ്റുമോ? ചേട്ടാ നെടുപ്പേര്. അപ്പോൾ എന്തായാലും ലൈവ് ഞണ്ട് പിടിക്കാൻ പോവാണ്. റെഡിയല്ലേ? കം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഞണ്ടിനെ പിടിക്കാൻ പോകുന്നത്. ഇതിനകത്ത് കുറേ ജീവനുള്ള ഞണ്ടുകളുണ്ട്. ഇനി ഫ്രഷ് കൂടുതൽ പിടിക്കാൻ പോവാം. ഞണ്ടിനെ പിടിക്കുന്ന രീതി ഭയങ്കര രസമാണ്. കണ്ടോ,
ഏറ്റവും വലിയ ഞണ്ട് കിട്ടി. കണ്ടോ? അപ്പോൾ ആ ഇതിനെ പിടിക്കാമോ? കടിക്കും. ആ കണ്ടോ, വലിയ ഞണ്ടിനെ കിട്ടി. ഈ റോപ്പിനകത്ത് പൊടിമീൻ, സ്രാവ്, തിരണ്ടി അതിൻ്റെയൊക്കെ മാംസം ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് ആ റോപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ ഈ തോണി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോണിയിൽ വലിയ ഞണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിനെങ്ങനെ കോരിയെടുക്കും. പിന്നെ ഈ ഞണ്ടിനെ കോരിയെടുക്കുന്നത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ഈ ഞണ്ട് പോകുന്ന ദൂരം മനസ്സിലാക്കിയിട്ട് വേണം ഈ ബോൾ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കാൻ. നമുക്കൊരു മുഴുത്ത വലിയ ഞണ്ടാണ് കിട്ടിയത്. കണ്ടോ, ഇത് ശരിക്കും എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ്. ഇത് പല രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഞണ്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഫ്രഷ് സാധനങ്ങൾ വേണം. വിറകും ഫ്രഷ് ആയിക്കോട്ടെ. തെങ്ങിന്നിങ്ങനെ പട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ വരുന്നുണ്ടാവും അല്ലേ? ഈ 1000 തെങ്ങിൽ താമസിക്കുന്നവരൊക്കെ ഫ്രഷ് മീനും ഫ്രഷ് ഞണ്ടും ഒക്കെയാണ് കഴിക്കുന്നത്. ഞാനിവിടെ ഇതെന്ത് മീനാ? വറ്റയാണ് അല്ലേ? നമുക്ക് ഒരു ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. വറ്റയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല പിടയ്ക്കുന്ന മീനാണ്. അപ്പോൾ ഇന്ന് ഫ്രഷ് വറ്റ ഫ്രൈയും പിന്നെ നേരത്തെ പറഞ്ഞ ഈ കപ്പയും ഞണ്ടും കൂടി ഇട്ടൊരു ഒരു പുഴുക്കും. അപ്പോൾ നമുക്ക് 3 ഞണ്ടാണ് ഇതിനകത്ത് വെക്കാനായിട്ട്. കപ്പയുടെ കൂടെ പുഴുങ്ങാനായിട്ട് 3 ഞണ്ടാണ്. അപ്പോൾ ഇതിന് ക്ലീൻ ചെയ്തെടുക്കുന്ന ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശരിക്കും അറിയുന്നവർക്ക് മാത്രമേ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് കൂടെ പഠിപ്പിക്കും. കാരണം ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതി ഞങ്ങൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ഞണ്ടിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇതിന്റെ ഈറുകാലിന്റെയും അതിന്റെ തുഴകാലിന്റെ ഈ സൈഡിലൊക്കെ ഇതേ കൊണ്ട് ചെളിയുണ്ട്, ചെളിയും പായലുണ്ട്. അതിപ്പോ ഈ ബ്രഷ് വെച്ച് ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആകും. ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ബാലൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ തുഴകാല് വെച്ച് നല്ല മൂർച്ചയാണ്, കൂത്തി കയറ്റും. അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട ധൈര്യം വേണം. അപ്പോൾ ഇത് മുഴുവനാണ് നമ്മൾ ഈ കപ്പയുടെ കൂടെ പുഴുങ്ങുന്നത്. ഇത് പുഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓളോടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് പൊളിച്ചെടുക്കാണ്. പുഴുങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതിനെ പൊളിച്ച് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ നാച്ചുറൽ കുക്കിംഗ് ആണ്. ഇതിനകത്ത് വേറൊന്നും ചെയ്യുന്നില്ല, ഉള്ളി ക്ലീനിങ് മാത്രം. ചേട്ടാ, കപ്പ റെഡിയായോ? കൊണ്ടുവാ. കപ്പ റെഡിയാണ്, അടുപ്പ് റെഡിയാണ്. ഇവിടെ ഫ്രഷ് ചൂട്ടും ഗോതമ്പും റെഡിയാണ്. ഇനി കപ്പയും കൂടെ എത്തിക്കഴിഞ്ഞാൽ പുഴുകാം. ഞണ്ട് വെക്കുമ്പോഴത്തേക്ക് വെള്ളം വളരെ കുറയ്ക്കുക. ഞണ്ടിനൊരു വെള്ളമുണ്ട്. ഈ വെള്ളത്തിന്റെ അകത്ത് ഈ ചീനി കറക്റ്റ് ആയിട്ട് വേണം. അതായത് ചീനി തട്ടിയിടുമ്പോൾ ഒരു കാരണവശാലും ഇതിന്റെ ചാറ് കാണാൻ പാടില്ല. വെള്ളം കാണാൻ പാടില്ല. ചീനി അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മളെ ചീനി ഇടാം. ചീനി മുറിക്കുന്നത് കണ്ടോ, ഇത്രയും വലിയ പീസായിട്ടാണ് ചീനി മുറിക്കുന്നത്. ഇതിപ്പോ നമ്മള് എത്ര കിലോ കപ്പ ഉണ്ടാവും? 3 കിലോ അല്ലേ? അപ്പൊ ഇതിന്റെ പുറത്ത് ഞണ്ട് ഇങ്ങനെ ഈ മലത്തിൽ തന്നെ വെക്കണം. കാര്യം ഈ ഭാഗത്താണ് കൂടുതൽ കിട്ടേണ്ട സ്ഥലം. കാര്യം ഇതിന്റെ അകത്ത് കല്ല് എന്ന് പറയുന്ന സാധനമുണ്ട്. സാധാരണ പെൺഞണ്ടിന് ആ ഞണ്ടിന് ചളി എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഈ ചളിയും കല്ലും വേകാൻ ഇച്ചിരി ലേറ്റ് ആകും. പക്ഷെ ചൂട് തട്ടി കഴിഞ്ഞാൽ ഈ ഷെല്ലിന്റെ അതിരിക്കുന്ന മീറ്റൊക്കെ എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു വരും. അപ്പൊ കല്ല വേണം. അതുകൊണ്ട് ഇങ്ങനെ വേറെ ഒന്നും ഇടുന്നില്ല, ഈ കപ്പയും വെള്ളവും ഞണ്ടും മാത്രമേ ഉള്ളൂ. ഇതിന്റെ പുറത്ത് നമ്മളൊരു വേണമെങ്കിൽ വേറെ ഒരു മേമ്പടിയും കാര്യങ്ങളും മേടിച്ചായിരുന്നു. ഇതെല്ലാം ഒരു പരുവം വേവാകുമ്പോൾ ഏതാണ്ട് ഇറക്കുന്നതിനൊരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഇതിനൊരു സ്മെല്ലും ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് സവാളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി അതിന്റെ മുകളിൽ വെക്കും. ഉപ്പ് വിട്ട് സമമായിട്ട് ഇങ്ങനെ വെക്കും. പ്രത്യേക ടേസ്റ്റാണ് അത്. ശരി. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഇത് വേവുന്നവരെ ഇതിനകത്ത് വെള്ളവും കപ്പയും ഞണ്ടും മാത്രമേ ഉള്ളൂ. അത് കപ്പ പൊങ്ങി നിൽക്കണം. വെള്ളം അതിനേക്കാൾ കുറച്ച് മതി. കപ്പ കിടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ താഴ്ന്നു മതി വെള്ളം. പിന്നെ അതിൻ്റെ മുകളിൽ കപ്പ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞണ്ടിനെ മലർത്തി വെക്കും. അപ്പോൾ ഇനി തീ കൊടുക്കാം. അപ്പോൾ ഇത് തോടോടുകൂടിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വേവ് കൂടും. സാധാരണ ഞണ്ട് വേവിക്കുന്നതിനേക്കാളും വേവ് കൂടും. ഇവർ പറയുന്നത് ഈ ഞണ്ട്
ഈ അതിന്റെ മുകളിലിരിക്കുന്ന ഞണ്ട് ഇപ്പോൾ കറുപ്പ് കളറിലാണുള്ളത്. കാരണം കായലിൽ നിന്ന് പിടിക്കുന്ന ഞണ്ട് എപ്പോഴും കറുപ്പ് കളറായിരിക്കും. പക്ഷേ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല ചുവന്ന കളറായിട്ട് മാറും. ചീനിക്ക് ഞണ്ടിനും ടച്ചിങ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിന്റെ മേമ്പൊടി. മേമ്പൊടി എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ മുകളിൽ ഈ കപ്പയും ഈ ഞണ്ടൂടെ വെന്തിരിക്കുന്നതിന് മുകളിൽ ഇതിടും. ഈ ഉള്ളിയും വലുതായിട്ട് അരിഞ്ഞ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ എരിവുള്ള പച്ചമുളകും ഉപ്പും. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പൊക്കെ പിടിച്ച് വരുന്നത് ഇതിന് ശേഷം വെച്ച് വേവിക്കുമ്പോഴാണ്. നമ്മളിത് തുടങ്ങിയ സമയത്ത് 2-3 പേരെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ ആളുണ്ട് ഇവിടെ. കാരണം നമ്മളിവിടെ 3 കിലോ കപ്പയെ പുഴുങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും കൂടി തികയാന്നുള്ള കാര്യം ചെറിയ സംശയമുണ്ട്. എന്തായാലും നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവാണ്. ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉപ്പൂടെ ഇട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീനൂടെ റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ മീനൂടെ പൊരിച്ചെടുക്കണം. ഇവരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മാത്രം കൊണ്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, വളരെ മനോഹരമായ രീതിയിലാണ് ഇത് വൃത്തിയാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വാല് കൂടി വേണമെന്ന് പറഞ്ഞു. കാരണം ഒരു ഭംഗിക്ക് അല്ലേ, ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഇത് ഇരിക്കുന്ന കാണുമ്പോൾ കഴിക്കാൻ തോന്നണമെങ്കിൽ മുഴുവനായിട്ടിരിക്കണം. കണ്ടോ, അപ്പോൾ ഒരു വെറൈറ്റി പ്രിപ്പറേഷനാണ് ഇവരുടെ. വരയുന്നത് നമ്മൾ കുറച്ചുകൂടെ അകലം കൂട്ടിയാണ് സാധാരണ വരയുന്നത്. ഇവർ കുറച്ചുകൂടെ അടുപ്പിച്ചാണ്. കാരണം ഇതിൻ്റെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇതിനകത്തേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് വരയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മസാല വളരെ കുറച്ചേ ഉള്ളൂ. കുരുമുളക് പൊടിച്ചെടുത്തത്, കുരുമുളക് ഇപ്പോൾ ചതച്ചെടുത്തുകൊണ്ട് വന്നതാണ്. കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇതിന് നന്നായിട്ട് ഈ മീനിൽ തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ച് ഒരു 1/4 മണിക്കൂർ അല്ലേ, 10 മിനിറ്റ് വെക്കണം. അപ്പോഴാണ് ഈ മസാല ഇതിനകത്ത് പിടിച്ച് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. കണ്ടോ, ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലയാണ്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നേരത്തെ വരഞ്ഞ ഭാഗത്തിനുള്ളിലൊക്കെ ഇത് നന്നായിട്ട് പിടിച്ചു വന്നു. ഇനി ഒരു 10 മിനിറ്റ് വെക്കണം. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചു വരും. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. എണ്ണ തിളയ്ക്കുന്നതിന് സിമ്പൽ എന്ന് പറയുന്നത് എണ്ണയുടെ മുകളിൽ പുക വരും. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പുകയൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മീനിടാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം മണം വരാൻ തുടങ്ങി. ഒരു സൈഡ് മരിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി മറു സൈഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മറിച്ചിടാനായിട്ട് ഉപയോഗിച്ച ഉപകരണം മറ്റൊന്നുമല്ല, പച്ച മടലാണ്. അത് ചെത്തി മിനുക്കി എടുത്തിരിക്കുകയാണ്. എല്ലാം നാച്ചുറലാണ്. നല്ല വിശപ്പുണ്ട്. ഈ വറ്റയുടെ നന്നായിട്ടുള്ള മണവും വരുന്നുണ്ട് അല്ലേ. വറ്റ ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല മണവും വരുന്നുണ്ട്. ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ നമ്മുടെ? റെഡിയായി. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക്, ഇതൊരു ഗ്രൂപ്പ് ഫാമിംഗ് പോലെയായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായിട്ട് ഒരു ഇലയൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ചുറ്റാകെ പിന്നെ എന്താണ് ചീനിയും ഞണ്ടും ചീനിയും ഞണ്ടും നമ്മുടെ ചീനിയും ഞണ്ടും ഈ വറ്റയൊക്കെ ആയിട്ടിരുന്ന് ഒരു പിടി പിടിക്കാം. എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടിരുന്നു. ആണല്ലേ? അപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഗ്രൂപ്പായിട്ടിരുന്ന്. കണ്ടില്ലേ, ആദ്യം ഞണ്ട് നല്ല കറുപ്പായിരുന്നു. കായൽ ഞണ്ടായതുകൊണ്ട് ആദ്യം കറുത്തിട്ടായിരുന്നു. ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല ചുവപ്പായി മാറി, ചുവപ്പ് കളറായി. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. കപ്പ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചേട്ടാ ആദ്യം ഉപ്പിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി കൂടുതലായിരിക്കും. ഒന്ന് കറക്റ്റാ. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കപ്പയുടെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. നല്ല ഉപ്പും എരിവും ഒരു ഉള്ളിയുടെ ഒക്കെ ഒരു മണമൊക്കെ ഉള്ള ഒരു കപ്പ. അതെ, അപ്പോൾ കപ്പ ഓക്കെ. അപ്പോൾ ഇനി വറ്റയാണ്. നേരത്തെ എല്ലാ പ്രാവശ്യവും ഒരു സാധനം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആക്രാന്തത്തിന് ഞാൻ ടേസ്റ്റ് നോക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫാമിംഗ് ആയതുകൊണ്ട് നമ്മൾ ഒരു പൊടിക്കടങ്ങി ഇനി
വറ്റ ഫ്രൈയുടെ ടേസ്റ്റ് നോക്കാം. സൂപ്പർ. ഇനി ടേസ്റ്റ് നോക്കാനുള്ള ഞണ്ടിൻ്റെ ടേസ്റ്റാണ്. അപ്പം ഞണ്ട് ഇത് മൊത്തത്തിൽ പുഴുങ്ങുകയാണെങ്കിൽ ഇളക്കാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. സെൻറ്ററിലുള്ളതാണ് അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ളത് കഴിക്കാൻ പറ്റും. വെള്ളം കുടിക്കും. ആഹാ, ഉഗ്ര ടേസ്റ്റ്. ഒരിക്കലും ഒരു ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് ഞണ്ട് കഴിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മൾ പല്ലും നഖവും കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഞണ്ട് തീറ്റ എന്ന് പറയുന്നത്. കടിച്ചു പൊട്ടിക്കുക, കണ്ടോ, ഉടയാതെ മാംസം എടുക്കുക. ഏറ്റവും കൂടുതൽ മാംസമുള്ള ഞണ്ടിൻ്റെ കാലിലാണ്. എന്നിട്ട് അത് ഇങ്ങനെ കഴിക്കുക. നമ്മൾ ഞണ്ട് ചീനിയും വറ്റ വറുത്തും ഒക്കെ കഴിച്ചിട്ട് ഉൾട്ടാ സീതാക്കായ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ വൈകുന്നേരമാണ് എണീറ്റത്. ഇനി നമ്മൾ ചീനവല കാണാൻ പോവാണ്. ചീനവല കാണാൻ, നമ്മളൊക്കെ ചീനവല കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത് കാണാൻ പോവാണ്, അത് പഠിക്കാൻ പോവാണ്. ഇതാണ് ചീനവല. ഇതിൻ്റെ പരിപാടി തുടങ്ങുന്നത് രാത്രിയിലാണ്, 6:30-ക്ക് ശേഷം. 6 മണി മുതൽ വെളുപ്പാൻ രാവിലെ 6 മണി വരെയാണ് ചീനവലയുടെ പരിപാടി. ഈ വല, ബാക്കി കാണുന്ന വല ഒരു ലൈറ്റ് വിട്ട് താഴേക്ക് ഇറക്കി വെക്കും. ആ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് മീനുകളും ഞണ്ടും ഒക്കെ ആ ചീനവലക്കകത്ത് വരും. അതിൽ കിട്ടുന്ന ആദ്യത്തെ സാധനം ഇവർ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കും. നമ്മുടെ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ചീനവല എടുക്കണമെങ്കിൽ രാത്രി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കായൽ തീരത്തൊന്നും കറണ്ടുമില്ല, അപ്പോൾ നമുക്ക് ലൈറ്റും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ഗ്രെയിൻസ് ഒക്കെ ഉണ്ടാവും, സദയം ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് ചീനവല. ഇനി ഈ ചീനവല കുറച്ചുകൂടെ കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടിട്ട് താഴേക്ക് താഴ്ത്തും. ഇതാണ് ചീനവലയുടെ കൂടം അല്ലേ, കൂടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കുക്ക് ചെയ്ത് കഴിച്ച് ഇവിടെ കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ ഇപ്പോൾ വല ഇറക്കാൻ പോയില്ലേ നമ്മൾ. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കഴയാണ്, അതിങ്ങനെ സീസോ പോലെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ സൈഡിൽ വെയിറ്റ് വിട്ടിട്ടുണ്ട്, ഈ സൈഡിൽ വലയുണ്ട്. അപ്പോൾ വല ഇങ്ങനെ പോയി ഒരു സൈഡ് മുങ്ങി വെള്ളത്തിൽ കിടക്കും. അപ്പോൾ ആ സൈഡിലൂടെ ഒഴുകി വരുന്ന മീൻ മറ്റേ സൈഡിൽ പൊങ്ങിയാണ് വല നിൽക്കുന്നത്. അതിൽ വന്ന് ഇടിച്ച് അവിടെ നിൽക്കും. വല പൊക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചെമ്മീനും മീനും ഞണ്ടും ഒക്കെ ഉണ്ടാവും.